അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ബഷീർ സാറ് പറഞ്ഞ പോലെ ഞാൻ ഈ തൊട്ടടുത്തുനിന്ന് വരികയാണ്. ഞങ്ങൾ അടുത്ത പഞ്ചായത്തു നിന്ന്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപഹാരം തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടിയതിനേക്കാൾ സാധാരണ കൂടുതൽ കൊടുക്കാറുണ്ട്. നിങ്ങളെ കുടുംബത്തിൽ അങ്ങനല്ലേ? എന്താ പോക്കാട്ടല്ലേ? എന്ത് പോക്കാട്ട്? മാഷാ അല്ലാ, ഇന്ദുൽ പോക്കാട്ട്. ഇതിൽ എനിക്ക് ഒരുപാട് പേര് നേരത്തെ പരിചയമുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറേ ആളുകൾ നല്ല ഒരു സംഘമാണ്. പക്ഷെ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഒരു കുടുംബസംഘം ആകുമ്പോഴേ നമ്മൾ വീട്ടിലോ തൊട്ടടുത്തൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോഴേ ഇങ്ങോട്ട് എന്തെങ്കിലും ഉപഹാരം കിട്ടിയാൽ തിരിച്ചു കൊടുക്കൂലേ? ഹലോ, കിട്ടിയത് തന്നെയാണോ കൊടുക്കുക? അത് അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ് കൊടുക്കുക അല്ലേ? ആണോ? നോക്കട്ടെ. അസ്സലാമു അലൈക്കും. അത്രേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ട ആളല്ല, ഒരു പുറത്ത് വന്നൊരു അതിഥിയാണ്. അതിഥിക്ക് എത്രേ കൊടുക്കുള്ളൂ? അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളില്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഉഹിബ്ബു അൻ അകൂന മഅലൂബൻ കരീമ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ ശ്രദ്ധേയമായ ഈ ഒരു ഒത്തുകൂടലിൽ ഐന്തൂർ പോക്കാട്ട് കുടുംബത്തിൻ്റെ ബഹുമാന്യരായ കാരണവന്മാർ, സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ ഇഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സ്നേഹനിധികളായ കൊച്ചനുജന്മാരെ, അനുജത്തിമാർ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ല മഴയാണ് പുറത്ത് അല്ലേ? ശക്തമായ മഴയാണ്. ഞാനിങ്ങനെ വരുമ്പോൾ പിന്നെ രാവിലെ വേറെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ എന്നോട്, ഞാൻ കല്യാണത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എന്തൊരു മഴ അല്ലേ, എന്തൊരു മഴ. നമ്മളും പറയാറില്ലേ? നമ്മുടെ ഒരു മനോഭാവം അങ്ങനെയാണ്. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മഴ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മഴ പെയ്തു, കുറച്ചൊരു ശക്തമായ മഴ പെയ്തപ്പോൾ നമ്മുടെയൊക്കെ മനോഭാവം മാറി. എന്തൊരു മഴ അല്ലേ? കേരളത്തിൻ്റെ മനോഹരമായി കവിത പറഞ്ഞ ഒരു കവിയുണ്ട്, കുഞ്ഞിരാമൻ നായർ. അദ്ദേഹം പറഞ്ഞ മനോഹരമായ കവിതയുടെ 2 വരി പാടി നമുക്ക് തുടങ്ങാം. മഴയൊന്നു നിന്നെങ്കിൽ മതിയായി വെള്ളം, വെയിലൊന്നു വന്നെങ്കിൽ മുടിയട്ട ശൈത്യം. മഴ ഇങ്ങനെ വേണം എന്ന് കാത്തിരുന്ന് കുറേ കാലം കാത്തിരുന്ന് മഴ വന്നപ്പോൾ മഴ കൂടിയാൽ പിന്നെ നമ്മൾ പറയാം, മഴയൊന്നു നിന്നെങ്കിൽ, ഇനി വെയിൽ വന്നെങ്കിൽ അല്ലേ? നമ്മൾ പിന്നെ അലക്കിയിട്ട് തോരടാൻ സ്ഥലമില്ല, ഉണങ്ങുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ശല്യമാണ്, ഇങ്ങോട്ട് പോകാൻ വഴിയിലൊക്കെ വെള്ളമാണ്, റോഡൊക്കെ ബ്ലോക്കാണ്. അങ്ങനെ നിരന്തരമായ പരാതികളാണ്. പൊതുവേ നമ്മളൊരു പരാതിയുടെ അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ ആളുകളാണ് മനുഷ്യർ, പ്രത്യേകിച്ചും മലയാളികൾ എന്നാണ് കവി ഇങ്ങനെ ഇതിൽ വിശദമായിട്ട് കവിത പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവായി കാണുന്ന മനോഭാവമാണ് ആദ്യം നമ്മൾ ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ട ഡോക്ടർ ഇവിടെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞു, കുടുംബത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വിശദമായിട്ട് എന്തായാലും പറയാൻ സമയമില്ല, നിങ്ങളൊന്നും ബേജാറാവേണ്ട, നിങ്ങളെ ദുഷിപ്പിക്കൂല. എപ്പോഴാണോ നിങ്ങൾക്ക് മടുക്കുന്നത് അപ്പം ഞാൻ നിർത്തും. എനിക്കറിയാം നിങ്ങൾക്ക് എപ്പോഴാണ് മടുക്കുന്നുണ്ടെന്ന്. ഇനി അഥവാ നിങ്ങൾക്ക് മടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ വാച്ചിലൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും ഇത് റേഞ്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങാം. ഞാൻ മാത്രമല്ല പറയുന്നത്, നിങ്ങൾ കൂടി പറഞ്ഞിട്ട് പരസ്പരം ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു, നേരത്തെ പരിചയമുള്ള പ്രിയപ്പെട്ട ബഷീർ സാർ അടക്കം ഒരുപാട് വേദിയിലും സദസ്സിലൊക്കെ കുറേ പേര്, ഞാൻ പേരൊന്നും പറയാത്ത സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. എനിക്കാണെങ്കിൽ കുറച്ചൊരു തിരക്കുണ്ട്. നിങ്ങളൊരു പൂക്കിപ്പറമ്പ് ഒരു കോളേജുമായി ബന്ധപ്പെട്ട് അതിലൊരു സമ്മേളനം നടക്കുന്നുണ്ട്. അതിലൊരു ക്ലാസ്സിന് പ്രവാസി സംഗമത്തിൽ എത്തിപ്പെടാനുണ്ട്. അപ്പോൾ എന്തായാലും കുറഞ്ഞ സമയത്ത് കുറച്ച് പറയാമെന്നുള്ള ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നീണ്ട് പറയുന്നതിനേക്കാൾ അല്ലേ? ഞാൻ ഇപ്പോൾ അടുത്ത് എവിടെയോ വായിച്ച രസകരമായൊരു വാക്ക്, ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസുകാർ ലാത്തി വീശു അല്ലേ? അപ്പോൾ ലാത്തിക്ക് പകരം ദീർഘമായ പ്രസംഗം മതിയാവുന്നതാണ്. പ്രസംഗം നീണ്ടുപോയാൽ ആളുകൾ ഇങ്ങനെ മെല്ലെ നീറ്റ് പോകും. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാണോ നിർത്തുന്നത്, എങ്ങൾക്ക് മടുക്കുന്നത്, അപ്പോഴും നിർത്തും ഇൻഷാ അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേക്കോ? മാഷാ അല്ലാഹ്. ഓക്കെ, ഒന്ന് ശ്വാസമൊക്കെ ഒന്ന് സ്ട്രെസ്സിൻ്റെ കാര്യം സാർ പറഞ്ഞല്ലോ, നല്ല ഒന്നായി ഒന്ന് ശ്വാസം എടുത്തേ, നല്ല ബ്രീത്തിങ് എടുത്തേ, സാവധാനം ഒന്ന് ശ്വാസം വിട്ടേ.
എടുത്ത ശ്വാസത്തിന് എത്രയാണോ സമയം എടുത്തത് അതിൻ്റെ ഒരു 4 ഇരട്ടി സമയം കൊണ്ട് സാവധാനം ശ്വാസം വിടുക. ശ്വാസം എടുക്കുമ്പോഴും ശ്വാസം വിടുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കഴുത്തിൽ, നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ വയറിൽ, നമ്മുടെ മൂക്കിൽ എന്തെല്ലാം മാറ്റമാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ശ്വാസം എടുക്കുമ്പോൾ ചെറിയൊരു തണുപ്പ് ഇവിടെ ഉണ്ടാവും. ശ്വാസം പുറത്തു വിടുമ്പോൾ ചെറിയൊരു ചൂട് മേൽചൂണ്ടിലുണ്ടാവും. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു ശ്വാസം ഇതുവരെ നമ്മൾ എടുക്കാത്ത രീതിയിൽ വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഒരു ശ്വാസം എടുക്കുക. ഒരു 3-4 തവണ ചെയ്യാം അല്ലേ? ഓക്കെ. 1 2 2 എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തു വിടാൻ മറക്കരുതേ. 1 എന്ന് പറയുമ്പോൾ ശ്വാസം എടുക്കട്ടെ. അറിഞ്ഞു ചെയ്യാം. കണ്ണടക്കാൻ നടക്കാം. അറിഞ്ഞ് ശ്വാസം എടുക്കണ ശരിക്കും നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇത് അറിഞ്ഞു ചെയ്തൊക്കെ ഒരു ആസ്വദിച്ച് ചെയ്തൊക്കെ ഒന്ന് ചെയ്യാം. 1 2 1 2 1 2 1 2. ഓക്കെ, ഇരുന്നോളൂ. ഒന്ന് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ വരുമ്പോഴേ ഒരു ബ്രീത്തിങ് എക്സസൈസ് നല്ലതാണ്. ഞാൻ ഡോക്ടർ സാറ് പറഞ്ഞുകൊണ്ട് അത് വെച്ച് തന്നെ തുടങ്ങാം. നമുക്കറിയാം, കുടുംബത്തിനകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ അവസ്ഥാവിശേഷം. കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കുള്ള ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട സംഗതിയാണ് ലവ്, അല്ലേ? ഒരു സ്നേഹം, ലവ് ആൻഡ് കെയർ. നിങ്ങളുടെ മകള് പെൺകുട്ടിയാണെങ്കിൽ, മകളാണെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ലവ് ആൻഡ് കെയർ ആണ്. സ്നേഹവും ഒരു കരുതലും ഒരു കെയറും. എന്നാൽ ആൺകുട്ടിയാണെങ്കിൽ അതല്ല, അതിനേക്കാൾ കൂടുതലായി കൊടുക്കേണ്ടത് ഒരു സപ്പോർട്ടാണ്. ഇത് ഭർത്താവും ഭാര്യയും ചിന്തിക്കൂ. ഭർത്താവാണെങ്കിൽ, ഇവിടെ ഭാര്യമാരും ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവാണെങ്കിൽ ഭർത്താവിന് ഏറ്റവും വേണ്ടത് സപ്പോർട്ടാണ്. ഭർത്താവിൻ്റെ ബിസിനസ്സിൽ, ഭർത്താവിൻ്റെ ജോലിയിൽ, ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ, ഒരുപക്ഷെ പൊതുപ്രവർത്തനാകാം, അല്ലെങ്കിൽ മറ്റു സംഘാടകനാവാം, അല്ലെങ്കിൽ മറ്റുള്ള സഹായിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ നാട്ടിലെ സാമൂഹ്യ സേവനങ്ങളിൽ ബന്ധപ്പെടുന്ന ആളാവാം, നല്ല ബിസിനസ്സുകാരനാവാം, ജോലിക്കാരനാവാം. നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പ്രയാസങ്ങൾക്കൊക്കെയും അത് റിലീഫ് ചെയ്യുന്ന രീതിയിൽ ഒരു സപ്പോർട്ട്, ബിസിനസ്സിന് സപ്പോർട്ട്. ഏത് പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിറകിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്നതാണ്, അല്ലേ? അപ്പം നല്ലൊരു സപ്പോർട്ട് കൊടുത്താൽ ഉറപ്പാണ് ആ ബന്ധം സുദൃഢമാവും. എന്നാൽ ഭർത്താക്കന്മാർ ആലോചിക്കേണ്ടത്, സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ലവ് ആൻഡ് കെയർ ആണ്. സ്നേഹവും ഒരു പരിഗണന, ഒരു പരസ്പരം സമയം കൊടുക്കുക, പരസ്പരം സംസാരിക്കാൻ സമയം കൊടുക്കുക. ഞാനത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാം. ശരിക്കും ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് ഒന്നും കിടക്കാത്ത, അല്ലെങ്കിൽ കഥയിലേക്കോ ഇതിലേക്കൊന്നും കിടക്കാത്ത സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു പിൻ പോയിന്റ് ചെയ്ത് പറയാം. അങ്ങനെയല്ലേ വേണ്ടത്? അതുപോലെ നിങ്ങൾ റെഡിയാണോ? ഹലോ. അങ്ങനെയാണെങ്കിൽ കണ്ണും മനസ്സൊന്ന് തുറന്നിരിക്കണം. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു കുടം ഒരാൾ കമഴ്ത്തി വെച്ചു. ശക്തമായ മഴ പെയ്യാണ്, കുടം കമഴ്ത്തി വെച്ചു. ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് കിടക്കില്ല. എന്നാൽ അല്പം ചരിച്ചു വെച്ചു. എന്താ സംഭവിക്കുന്നത്? അല്പം വെള്ളം കിടന്നേക്കാം, അല്ലേ? എന്നാൽ നന്നായി മലർത്തി വെച്ചാലോ പരമാവധി വെള്ളം അതിനകത്ത് കിടക്കാം. ഇവിടെ നല്ല മഴ അവിടെ ഉണ്ട്, കുടം അവിടെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണോ കുടത്തിൻ്റെ ഷേപ്പ്, കുടം എങ്ങനെയാണോ വെച്ചത്, അതിനനുസരിച്ചാണ് ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. ഇവിടെ ആര് ക്ലാസ് എടുത്താലും എന്ത് പറഞ്ഞാലും, നമ്മൾ മൊബൈൽ ഫോണിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലോ എന്ത് കേട്ടാലും കണ്ണും മനസ്സും തുറന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് എടുത്താൽ മാത്രമേ ഫലപ്പെടും. ഞാനിവിടെ എത്ര പറഞ്ഞാലും, നിങ്ങളിവിടെ എത്ര ഇരുന്നാലും നമ്മുടെ സമയം എത്ര വേസ്റ്റ് ആകുന്നില്ല, ഒരു കാര്യം നടക്കില്ല. അതിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരല്പസമയം കണ്ണും മനസ്സും തുറന്നിരുന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഉള്ളിലേക്ക് എടുക്കണമെന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഫലം കിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ, തലച്ചോറിലൊക്കെ 2 ടാങ്ക് ഉണ്ട്. ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ വെച്ച ടാങ്ക് പോലെ ഒരു ആലങ്കാരികമായ പ്രയോഗം, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് 2 ടാങ്ക്. ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ കുഞ്ഞുനാളിൽ നമ്മൾ കുട്ടികൾക്കുള്ള അവസരം കൊടുക്കണം. നമ്മുടെ ടാങ്ക് ലൂസാവാതിരിക്കാനുള്ള ശ്രമം നടക്കണം. ഒന്നാമത്തെ ടാങ്ക് ലവ് ടാങ്കാണ്, സ്നേഹം. കുടുംബത്തിൽ വേണ്ടത്, ഏറ്റവും പ്രധാനമായി വേണ്ടത് സ്നേഹം. നമ്മൾ പറയാറുണ്ട്, നിരന്തരമായി കേൾക്കാറുണ്ട്, സ്നേഹം വേണം. പക്ഷെ എന്താണത് സംഗതി? ഇപ്പം ഇതെൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഇത് മൊബൈൽ ഫോണാണ് എന്ന് നമുക്ക് പറയാം, മനസ്സിലാക്കി കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. ഇത് പേനയാണെന്ന് കാണിച്ചു കൊടുക്കാം. പക്ഷെ സ്നേഹം ഇന്നതാണ് എന്നൊരിക്കലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഒരിക്കലും കാണിച്ചു കൊടുക്കാനുള്ള സംഗതിയല്ല, അത് അനുഭവിക്കാനുള്ളതാണ്, അത് അനുഭവത്തിലൂടെ പ്രകടിപ്പിക്കാനുള്ളതാണ്.
നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹമുണ്ട്. ഉമ്മക്ക് മക്കളോട്, മക്കൾക്ക് തിരിച്ചും, ഭാര്യയ്ക്കും ഭർത്താവിനോടൊക്കെ സ്നേഹമുണ്ട്, ഉറപ്പാണ്. സ്നേഹമില്ലാതെ ഒരിക്കലും ഈ ബന്ധം മുന്നോട്ട് പോകില്ല. പക്ഷെ പ്രശ്നം എവിടെയെന്നറിയാം, അത് പ്രകടിപ്പിക്കാൻ നമ്മൾ മടിയന്മാരാണ്, അല്ലെങ്കിൽ പിശുക്കന്മാരാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ലവ് ടാങ്കും രണ്ടാമത്തേത് നമ്മളൊക്കെ മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു സ്പിരിച്വൽ ടാങ്കും, ഇത് രണ്ടും ആവോളം, ഇത് രണ്ടും ആ ടാങ്ക് കൃത്യമായി ഫില്ല് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് കുഞ്ഞുനാൾ മുതൽ, ജനനം മുതൽ, വേണ്ട ഗർഭം മുതൽ, പ്രീനാറ്റൽ പീരീഡ് മുതൽ ഈ രണ്ട് ടാങ്കും നിറക്കാൻ ആവശ്യമായ എല്ലാ റിസോഴ്സും നമ്മൾ സമയാസമയങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു തരത്തിലും മക്കള് ബാധിക്കില്ല, മോശമാവില്ല. ഒരു കുട്ടി മോശമല്ല. കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. കൃത്യമായി നല്ലവാനുള്ള എല്ലാ സംവിധാനത്തും ഉണ്ട്. ഫിത്ര എന്ന് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞ ഗ്ലാസ് പോലെ. ആ ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് നമുക്ക് തേനൊഴിക്കാം, പാലൊഴിക്കാം, വെള്ളമൊഴിക്കാം, മൂത്രമൊഴിക്കാം, വിഷമൊഴിക്കാം, എന്തൊഴിക്കാം. അതെന്താണോ ഒഴിച്ചത് അതാണ് ഉപയോഗിക്കാൻ പറ്റും. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലാങ്ക് മെമ്മറി കാർഡ് പറയാം. ഈ മെമ്മറി കാർഡിൽ നമ്മൾ എന്താണോ സേവ് ചെയ്യുന്നത്, അതിലെന്താണോ റെക്കോർഡ് ചെയ്യുന്നത്, അതാണ് അവിടെ ഉണ്ടാവുക. ഇതേപോലെ കുഞ്ഞുനാളിൽ മുതൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ സംഗതികളും അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ രണ്ട് ടാങ്കിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ രണ്ട് ടാങ്ക് ശ്രദ്ധയോടുകൂടി നിറക്കേണ്ടതുണ്ട്. ഒന്ന് ലവ് ടാങ്കാണ്, മറ്റൊന്ന് സ്പിരിച്വൽ ടാങ്ക്. അത് എങ്ങനെയാണെന്ന് പറയാം. അതിന് ഐ ലവ് യു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് കുടുംബജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത്. ഐ ലവ് യു. മുമ്പ് പഴയ കാലത്തൊക്കെ ലവ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ലവ് ആണല്ലേ എന്ന് പറയും അല്ലേ. ലവ് ചിഹ്ന ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ലവ് എന്ന് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും അറിയാം ലവ് എന്ന് പറഞ്ഞാൽ ലവ് വേണോ വേണ്ടേ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ടീച്ചർ പുതുതായി വന്നതാണ്. BEd കഴിഞ്ഞിട്ട് നല്ല സുന്ദരിയായ, നല്ല മിടുക്കിയായ ടീച്ചർ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ വന്നപ്പോഴേ, പിന്നെ പഴയ കാലത്താണ് 8ാം ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചിലെ കുട്ടികൾ, MBBS എന്ന് പറയാം, മെമ്പർ ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡൻസ്, ഒരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു, മിസ് ഐ ലവ് യു എന്ന് പറഞ്ഞു. കുറച്ച് മുമ്പത്തെ കഥയാണ്. ഇപ്പോഴത്തെ ടീച്ചർമാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവില്ല. ടീച്ചർ ആകെ പ്രശ്നമായി. ടീച്ചർ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് വന്നതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി ക്ലാസ്സിലേക്ക് വന്നതാണ്. ടീച്ചർ ആകെ ഡെസ്പായത് മാത്രമല്ല, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോക്കും ബുക്കൊക്കെ ക്ലാസ്സിൽ വലിച്ചെറിഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് പോയി പ്രിൻസിപ്പൾ പറഞ്ഞു, സർ എനിക്ക് ആ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, അത്രയും വൃത്തികെട്ട ക്ലാസ്സാണ്. അലച്ച് നോക്കൂ, പഴയ കാലത്തെ ടീച്ചറുടെയും അല്ലെങ്കിൽ ആളുടെ മനോഭാവമാണ്. നേരെ മറിച്ച് ആ ടീച്ചർക്ക് ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്. എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്? ടീച്ചർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഐ ലവ് യു. യെസ്. ആ കുട്ടിയോട് പറഞ്ഞു, ഓക്കെ വെരി ഗുഡ്, ഐ ലവ് യു ടു. അത് അവിടെ നിർത്താൻ പാടില്ല. എന്നിട്ട് ഓരോ കുട്ടിയോടും യെസ് ഐ ലവ് യു ഓൾ ഓഫ് യു. ഓരോരുത്തരും സ്നേഹിക്കുന്നു. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയത്? ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹം, ഉപ്പയും മകനും തമ്മിലുള്ള സ്നേഹം, കുടുംബത്തിൽ എല്ലാവരുള്ള സ്നേഹം, സ്നേഹത്തിൻ്റെ നൂൽബന്ധത്തിലാണ് ഇത്. അറിയാതെ ഒരു അൺവിസിബിൾ ത്രെഡിലാണ് നമ്മുടെ ബന്ധം നിലനിൽക്കുന്നത്. അതിനെന്താണ് വേണ്ടത്? അതിന് പറയുന്നത് ഐ ലവ് യു എന്ന് ഞാൻ ഇങ്ങനെ എഴുതിയിട്ട്, ഞാൻ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ പോയിന്റുകൾ ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാം. ഐ ലവ് യു എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ ഓരോ വാക്കുകളും എക്സ്പാൻഡ് ചെയ്തിട്ട് അതൊന്ന് വിശദീകരിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ. ആദ്യത്തെ ലെറ്റർ എന്താണ്? ഐ. ഇവിടെ നല്ല വിദ്യാസമ്പന്നരായ നല്ല ചെറുപ്പക്കാരും നല്ല ചെറുപ്പക്കാരികളൊക്കെ ഇവിടെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സാധാരണ ഒരു ക്ലാസ് പോലെ നല്ല കുടുംബത്തിലെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ. നിങ്ങളുടെ കുടുംബത്തിലെ ഡോക്ടർ സാർ, നിങ്ങളുടെ കുടുംബത്തിലല്ലേ ഡോക്ടറാണ്, ഇതേപോലെ പിന്നെ നല്ല പൊതു രംഗത്തുള്ളവർ കുറേ ആളുകളുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ. ഉള്ളിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കും. നിങ്ങൾ സ്വർഗം പൂക്കുന്ന കുടുംബമാണ്, നല്ല കുടുംബമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ, ഉള്ളിലേക്ക് ടോർച്ചടിക്കുക. ഞാൻ നല്ലൊരു ഇണയാണോ എന്ന് ആദ്യം ചിന്തിക്കുന്നതാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഞാൻ നല്ലൊരു ഭർത്താവാണോ, ഞാൻ നല്ലൊരു ഇണയാണോ, ഞാൻ നല്ലൊരു ഭാര്യയാണോ എന്ന ചിന്തയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ഉള്ളിൽ ചിന്ത വരും, പഠിച്ചോനെ ഞാൻ നല്ല ഇണയാണോ, ഞാൻ നല്ല ഭാര്യയാണോ ഭർത്താവാണോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഞാൻ നല്ല ഇണയാണോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴാണോ കടന്നു വരുന്നത്, അപ്പോഴാണ് ശരിക്കും ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുക. ഐ ലവ് യു. അങ്ങനെ ഒരുപാട് വിശദീകരിക്കേണ്ട കേസുകളാണ്. ഓരോ പോയിന്റും നേരം വെളുക്കോളം പറഞ്ഞാലും തീരൂല. വളരെ പെട്ടെന്ന് ചുരുക്കി പറയാം. രണ്ടാമത്തെ ലെറ്റർ എന്തായിരുന്നു? എൽ എന്ന് പറഞ്ഞാൽ എന്താ? ലിസൺ ടു ഈച്ച് അതർ. പരസ്പരം കേൾക്കുക. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്ന് പറയാം? പരസ്പരം കേൾക്കുക എന്ന് പറഞ്ഞാൽ പാതിരാത്രിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. 12 മണിക്ക്, ഇന്നത്തെ പോലെ മൊബൈൽ ഫോൺ വ്യാപകമാവാത്ത കാലത്ത് 12 മണിക്ക് ഒരു കൗൺസിലറുടെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കാം. ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്.
ഇയാൾ ആകെ ഞെട്ടി ഉണർന്നു. ഇപ്പം നമ്മൾ 12 മണിക്കൊന്നും ഉറങ്ങില്ല. സത്യം പറഞ്ഞു ഉറങ്ങില്ല. ഇല്ല, ഉറങ്ങണത്തിൻ്റെ 12 മണിക്ക് കഴിയും അല്ലേ? കാരണം വില്ലൻ മൊബൈൽ ഫോണാണ്. ഞാനത് പറയാം. 12 മണിക്ക് നല്ല ഉറക്കത്തിൽ ഫോണ് റിങ് കേട്ട് അയാൾ ആകെ ഞെട്ടി ഉണർന്ന് ഫോൺ റിസീവർ എടുത്തപ്പോൾ അപ്പുറത്ത് ഒരു യുവതി, ഒരു സ്ത്രീയാണ്. സർ, ഞാൻ ഇന്ന സ്ഥലത്ത് വിളിക്കണം, ഇന്ന ആളാണ്, ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, അത് സാറെ ഒന്ന് വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചു തന്നാണ്. സാറെ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്താ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ഈ സ്ത്രീയും ഈ യുവതിയും ഈ കൗൺസിലറും തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് 1.5 മണിക്കൂർ സംസാരിച്ചു. 1.5 മണിയായപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, സർ എന്നാ സോറി, ഓക്കെ, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞു. ഇയാൾക്ക് വലിയ സന്തോഷമായി. എൻ്റെ 1.5 മണിക്കൂർ ഉറക്ക് പോയെങ്കിലും ഒരു ജീവിതം, ഒരു പെൺകുട്ടിയുടെ ജീവിതം കഴിച്ചിലാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്, ഭയങ്കര സന്തോഷമായി. അന്ന് രാത്രിയായിരിക്കും ഒരുപക്ഷെ അയാൾ ഏറ്റവും സന്തോഷത്തോടെ ഉറങ്ങിയത്. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇയാളിങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ട്രോളി ഇങ്ങനെ ഉന്തി പോകുന്നതിനിടയിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇയാളിങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് നോക്കും, പിന്നെ നോക്കും, ഇടയ്ക്ക് അവസാനം ഒരു അടുത്ത് വന്നിട്ട്, സാർ ഇന്ന ആളല്ലേ? ആ അതെ. അപ്പോൾ ഇയാൾക്ക് ഈ സ്ത്രീ ഭയങ്കര സന്തോഷത്തോടെ, സാറിന് എന്നെ അറിയോ? ഇല്ല, ഒരു 6 മാസം മുമ്പ് ഞാൻ സാറിനെ വിളിച്ചില്ലേ, രാത്രി 12 മണിക്ക് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ആ സ്ത്രീ ഞാനാണെന്ന്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. നേരിട്ട് കാണില്ലേ, ഒരുപാട് നേരം സംസാരിച്ചു വരും. ഇപ്പോൾ ഹാപ്പിയാണ്, ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാണ്. കുടുംബ പ്രശ്നമായിരുന്നു കാര്യം. അവസാനം പിരിയാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചു ഈ കൗൺസിലർ ആ സ്ത്രീയോട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അത് ചോദിച്ചോളൂ. ഞാൻ അന്ന് നിങ്ങൾ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു 100 ന്യായമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന കാര്യങ്ങൾ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, ഇന്ന ഓക്കെ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത, ഏറ്റവും കൂടുതൽ മനസ്സിന് മതിച്ച ആശയം ഏതാണെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ, അതൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞേ, സോറി സാറെന്ന് സംസാരിച്ചതിൽ ഒരു പോയിന്റ് പോലും ആത്മഹത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ എനിക്ക് സഹായമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ രണ്ടാമത്തെ ചോദ്യം, എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ തീരുമാനം മാറ്റിയത്? അതിനയാൾ പറഞ്ഞ മറുപടിയാണ് പ്രിയപ്പെട്ടവർ ചോദിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, സർ, അർദ്ധരാത്രിയിൽ പാതിരാത്രിയിൽ ഞാൻ ഫോൺ ചെയ്തപ്പോൾ 1.5 മണിക്കൂർ എന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ഈ ലോകത്ത് സാറെങ്കിലും ഉണ്ടല്ലോ എന്ന ചിന്തയാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് പിൻവലിഞ്ഞത്. എന്ന് വെച്ചാൽ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നത് നമ്മൾ എടുക്കുന്ന ശ്വാസം പോലെ പ്രധാനമാണ്. ഇന്ന് നമുക്കില്ലാത്തതും അതാണ്. അതുകൊണ്ട് ഈ എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ, ഐന്തൂർ പോക്കാട്ട് കുടുംബത്തിലെ കുടുംബബന്ധം കൂടുതൽ ദൃഢമാവണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദമ്പതികളെ, ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത്, തിരക്കുണ്ടാവും, ബിസിനസ് ഉണ്ടാവും, നമ്മൾ ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും പരസ്പരം പരസ്പരം കേൾക്കാനും മനസ്സുകൊണ്ട് പരസ്പരം കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം. നമ്മൾ കേൾക്കും അല്ലേ? കേൾക്കാൻ തന്നെ കേൾക്കുമ്പോൾ എവിടെ ഭാര്യ പറയുമ്പോൾ പറഞ്ഞു മനുഷ്യ അതൊന്ന് കേൾക്കി, ഈ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. എവിടെ കേൾക്കണേ? എന്തുകൊണ്ടാണ് കേൾക്കല് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് കേൾക്കാം? ചെവി കൊണ്ടാ മോനെ ആണോ? ആ കുട്ടി പറഞ്ഞ ചെവി കൊണ്ടാണ് കേൾക്കുന്നുള്ളൂ. കൈ പിടിക്കാൻ. ഹലോ, മുതിർന്നവരോട് ചോദിക്കുന്നത്, ചെവി കൊണ്ടാണ് കേൾക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് കേൾക്കല്? ചെവി കൊണ്ടാണോ? ആണോ? അതാ ചോദിച്ചത്. ചെവി കൊണ്ടാണെന്നുള്ളൊരു കൈ വെക്കാനാ പറഞ്ഞത്. പൊക്കിക്കോ, ധൈര്യമായിട്ട് പൊക്കിക്കോ. ഒരാൾ പൊക്കി വെക്കും. ചെവി കൊണ്ടാണ് ചെവി കൊണ്ടല്ലേ കേൾക്കലേ? പൊക്കിക്കോ, ധൈര്യമായിട്ട് പൊക്കിക്കോ. ഓക്കെ. കാണലോ? കണ്ണുകൊണ്ടല്ലേ? ആണെന്നുള്ളൊരു കൈ പൊക്കി. കണ്ണുകൊണ്ടാണെന്നുള്ളൊരു ഓക്കെ. ഇത് രണ്ടും തെറ്റാണ്. ഈ സാധനം ഡോക്ടർ സാർ ഇവിടെ ഉണ്ട്. ഇത് കേൾക്കുന്നത് ഇതുകൊണ്ടല്ല. നമ്മൾ പറയല്ല സാധാരണഗതിയിൽ, നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല അല്ലേ? ഭർത്താവിനോട് പറയില്ല, അല്ലെ ഭാര്യ ഭർത്താവിനോട് പറയില്ല, ഈ പറഞ്ഞ കേൾക്കാൻ മനസ്സില്ലാന്ന് അല്ലേ? അപ്പൊ എന്തുകൊണ്ട് കേൾക്കണേ? മനസ്സുകൊണ്ട്. കാണാൻ എനിക്ക് കണ്ണില്ല, ഇതൊന്ന് നോക്കി പ്ലീസ്, ഇതൊന്ന് നോക്കി, വേണ്ട നിൽക്കണ്ട, അത് കാണാൻ പിന്നെ മനസ്സില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാണലും കേൾക്കലും മനസ്സുകൊണ്ടാണ് ശരിക്കും. ഇതൊരു അതിൻ്റെ ഉപകരണമാണ്. കേൾക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്, കാണാനുള്ള ഉപകരണം മാത്രമാണ്. മനസ്സാണ് ഇതിൻ്റെ യഥാർത്ഥം, മനസ്സാണ് ഇതിൻ്റെ സോഴ്സ്, അല്ലെങ്കിൽ ഇത് എത്തേണ്ടത്. ഞാൻ പറയുന്നത് കണ്ണും ചെവിൻ്റെ പ്രാധാന്യം കുറച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് മനസ്സിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരസ്പരം മനസ്സറിഞ്ഞ് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, മനോഹരമായി
കുഞ്ഞുണ്ണി മാഷ് പിന്നെ പറഞ്ഞ അതിമനോഹരമായ ഒരു 4 വരി കവിതയുണ്ട്. കണ്ണുപാടില്ല കാന്തന്, കാതുപാടില്ല കാന്തയ്ക്ക്, എങ്കിൽ ബന്ധം കാന്തമായിടും, അല്ലേൽ ബന്ധം കുന്തമായിടും. കണ്ണുപാടില്ല കാന്തന്, ഭർത്താവിന് കണ്ണുണ്ടാൻ പാടില്ല എന്നാണ്. ഭർത്താവിന് കണ്ണിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കണ്ണുപൊട്ടനാവണമെന്നല്ല, നേരെ മറിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടിങ്ങനെ കണ്ട് ചൊറിഞ്ഞ് കുഴപ്പമുണ്ടാക്കി ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അവിടെ ഇതെന്താണ് ഇങ്ങനെ വൃത്തികേടായിക്കട്ടെ, ഇതെന്താ വൃത്തിയാക്കാത്ത, ഇതെന്താ അവിടെ കിട്ടുകണ്, ബാത്റൂമിൽ എന്താ ഡ്രസ്സ് കൊണ്ട് ഇട്ടിട്ടുണ്ട്, ഇതെന്താ പിന്നെ ചൂലെന്താ വയൽ വെച്ചിക്കണ്, ബക്കറ്റ് എന്താ അവിടെ വെച്ചിക്കണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ട് ചില ആൾക്കാർ ചിരിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞ മുതലായെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മുതലാവണ്ടേ, അങ്ങനെ ചൊറിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാരണം എന്നറിയോ? ചില കാര്യങ്ങളൊന്നും കണ്ടാലും കണ്ടില്ലെന്നും നടിക്കണം. അങ്ങനെ എന്താ അയാൾക്ക് നിർത്തി വെച്ചാൽ, ഇനി പറയാതെ ആ വഴിയിൽ ബക്കറ്റോ അല്ലെങ്കിൽ ബക്കറ്റ് വെക്കാനടുത്ത് വെച്ചു, അല്ലെങ്കിൽ വൃത്തികേടാക്കി അതൊന്ന് അവരെ മുന്നിൽ നിന്ന് എടുത്തിട്ട് വേസ്റ്റ് ബോക്സിൽ ഇട്ടാൽ, അല്ലെങ്കിൽ അത് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ, അങ്ങനെ 2 തവണ ചെയ്താലേ ഇവർക്ക് മനസ്സിലാവും എന്തായിരുന്നു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് പറയും. നേരെ മറിച്ച് പറഞ്ഞാൽ വേറെ അബദ്ധത്തിലേക്ക് വരും. കാതുപാടില്ല കാന്തയ്ക്ക്, ഭാര്യയ്ക്ക് കാതുണ്ടാൻ പാടില്ല എന്ന് വെച്ചാൽ ഭർത്താവ് പറയുന്ന, അമ്മായിമ്മ പറയുന്ന, അമ്മോശൻ പറയുന്ന, നാത്തൂന് പറയുന്ന, അയൽവാസികൾ പറയുന്ന, കുടുംബക്കാർ പറയുന്ന, സോഷ്യൽ മീഡിയ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാനുള്ളതല്ല, കേൾക്കണ്ട. ചിലതൊക്കെ കേട്ടില്ലെന്ന് നടിക്കണം. അങ്ങനെയാണെങ്കിൽ 2 കാന്തം അടുപ്പിച്ച് വെച്ച പോലെ ബന്ധം മനോഹരമായിരിക്കും. അല്ലേലോ ബന്ധം കുന്തമായിടും. അപ്പോഴാണ് ചേരിപ്പിളൊക്കെ പറക്കാം, അപ്പോഴാണ് ഗ്ലാസ്സുകളൊക്കെ പറക്കുക വീടിൻ്റെ അകത്ത്, അപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. എന്താ വേണ്ടത്? ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള മനസ്സ്. പരസ്പരം സംസാരിച്ചാൽ തീരും പ്രശ്നങ്ങൾ എപ്പോഴും. അതുകൊണ്ട് ലിസൺ ഈച്ച് അതർ, പരസ്പരം എന്ത് ചെയ്യാം, ലിസൺ ചെയ്യുക, കേൾക്കുക. കേട്ടാൽ പോരാ, മനസ്സറിഞ്ഞ് കേൾക്കണം. മനസ്സറിഞ്ഞ് കേൾക്കുന്ന അവസ്ഥ. ഒരു പകുതി പ്രശ്നങ്ങൾ കേൾക്കുന്നവർക്ക് തരും. ഇപ്പം നോക്കൂ, നിങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ നടക്കുന്നൊരു സംഭവം എന്താ പറയുക, ലിസണർ എന്ന് പറയുന്ന പുതിയൊരു ജോലിയുണ്ട്. ലിസണർ. ഹലോ, നിങ്ങൾ വേണ്ടല്ലോ അല്ലേ? മടുക്കണ്ടോ? ലിസണർ എന്നല്ലോ. ലിസണർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഇപ്പോൾ ഇവിടെ കൗൺസിലർ ഉണ്ടാവും അല്ലേ? കൗൺസിലർക്ക് അറിയാം. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത് പോയിട്ട് അയാൾ, കൗൺസിലർ എന്ന് പറയുന്നത് പ്രശ്നത്തിന് പരിഹാരം ചെയ്യുന്ന ആളല്ല, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ആളാണ്. ഇങ്ങനെ ചെയ്തു നോക്കിയാൽ അയാൾക്ക് പരിഹരിക്കാൻ പറ്റില്ല, പരിഹരിക്കാനുള്ള സഹായിക്കാനേ പറ്റുള്ളൂ. എന്നാൽ കൗൺസിലർക്ക് ഇതിൻ്റെ യോഗ്യതകൾ വേണം. അയാൾക്ക് സൈക്കോളജിയിൽ PG വേണം, അതിൽ MPhil വേണം. അങ്ങനെ നിബന്ധനകളുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതിൽ പുതിയ ജോലി എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനത്തെ യോഗ്യത ഒന്നും വേണ്ട. ആകെ വേണ്ട യോഗ്യത എന്താ അറിയാം? കേൾക്കാനുള്ള, നന്നായി കേൾക്കാനുള്ള ഒരു മനസ്സാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ പോസിറ്റീവായി കേൾക്കാം. അതിന് പറയുന്ന പേര് പോസിറ്റീവ് ലിസണർ. എന്താ പ്രശ്നം? മനസ്സിലിങ്ങനെ സ്ട്രെസ് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, ആരോടും പറയാനില്ല. ഷെയർ ചെയ്താൽ കുറേ തീരും. നമ്മൾ പ്രഷർ കുക്കറിൽ ആവി നിറയുന്ന പോലെയാണ് പ്രശ്നങ്ങൾ. വീട്ടിലെ പ്രശ്നങ്ങൾ, ജോലി പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയാണ് സകല പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. സോഷ്യൽ മീഡിയയാണ്. കാരണം റീലിങ്ങനെ കാണുമ്പോൾ പഠിച്ചോനെ എൻ്റെ വീട്ടിൽ അതൊന്നും ഇല്ലല്ലോ, എന്തൊരു സന്തോഷമാണ് അവരുടെ ജീവിതം. അതൊക്കെ അഭിനയമാണ്. 30 സെക്കൻഡ് നേരത്തെ, 1 മിനിറ്റ് നേരത്തെ അഭിനയത്തിന് വേണ്ടി, റീലിന് വേണ്ടി താൽക്കാലികമായി പിന്നെ മേക്കപ്പ് ചെയ്ത് അഭിനയിച്ചുണ്ടാക്കുന്ന സംഗതി അതെൻ്റെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അത് റിയലാണ് എന്ന് തെറ്റിദ്ധരിക്കാണ്. അത് റിയലല്ല, അത് റീലാണ്. അത് തൽക്കാലത്തേക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തിട്ട് എന്താ സംഭവിക്കുക? എൻ്റെ വീട്ടിലിതില്ലല്ലോ, സന്തോഷമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിക്കുകയാണ്. ഈ ടെൻഷൻ ഇങ്ങനെ കൂടിയാൽ, ഭാര്യ ചീത്ത പറഞ്ഞാൽ, ഭർത്താവ് ചീത്ത പറഞ്ഞാൽ, മക്കളുടെ ചീത്ത കേട്ടാൽ, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ ടെൻഷൻ കൂടും. പ്രഷർ കുക്കറിൽ ആവി എന്ന് പറയുന്ന പോലെ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അടിയിൽ ഒരു സേഫ്റ്റി വാൾവ് ഉണ്ടാവും അല്ലേ? ആ സേഫ്റ്റി വാൾവ് എന്തിനാ അറിയോ? അത് പ്രശ്നം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ആവശ്യാനുസരണം ഇത് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ, വെന്റിലേറ്റ് ചെയ്തില്ലെങ്കിൽ, മനസ്സിൽ നിന്ന് ഈ സ്ട്രെസ്സിനെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ എന്താ അറിയോ? അതിങ്ങനെ പൊട്ടിത്തെറിക്കും. ഗ്യാസ് പ്രഷർ കുക്കറിൽ പ്രഷർ നിറഞ്ഞ് അവസാനം തന്നെ പൊട്ടിത്തെറിക്കില്ലേ? ഇതേപോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ കയറ്റി അവസാനം എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും. ചെറിയൊരു കാരണം മതി. അപ്പോഴാണ് ഡിവോഴ്സ് വരിക, അപ്പോഴാണ് പ്രശ്നം വരിക, അപ്പോഴാണ് ബഹളം ഉണ്ടാവുക. ആളുകൾ വിചാരിക്കും ഒരു ചെറിയ കാര്യത്തിനല്ലേ. അല്ല, അതിന് മുമ്പ് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം കൂടി വന്നിട്ടാണ് പ്രഷർ കുക്കറിലേക്ക് ആവി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത്, വെറുതെ മനസ്സിൽ ഇങ്ങനെ അനാവശ്യമായ സ്ട്രെസ് കയറ്റി നടക്കണ്ട. അത് ശരിക്കും തവക്കുലില്ലാത്തതുകൊണ്ടാണ്, പടച്ചവനിൽ ഖളാഇല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനം എല്ലാം നടക്കുള്ളൂ. നമ്മൾ സ്ട്രെസ് അടിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ കാര്യം നടക്കില്ല, ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ മാറൂല. ഇപ്പോൾ
ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്ന സമയമാണ് പിന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയം അല്ലേ? നമ്മുടെ ആരെങ്കിലും ഭാര്യമാരെയോ മക്കളെയോ ആരെങ്കിലും പ്രസവത്തിന് വേണ്ടി. ഉദാഹരണം പറയാം, ഭയങ്കര സ്ട്രെസ്, ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സായിരിക്കും. അതിങ്ങനെ ആ സമയത്ത് ടെൻഷൻ അടിച്ചാൽ, സ്ട്രെസ് അടിച്ചാൽ അതിന് പരിഹാരമാവോ? സുഖപ്രസവം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ആലോചിക്കുന്ന ആൾക്ക് വേറെ പ്രഷർ കൂടി പ്രശ്നമാവും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും കൂടി വട്ടത്തിലിങ്ങനെ ഇരിക്കാം, എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് എല്ലാവരും കൂടി ഉണ്ട് ടെൻഷൻ അടിക്കുക, ബേജാറാവുക. എന്നിട്ട് പ്രസവിക്കോ? ഇല്ലല്ലോ. എന്തിനാ നമ്മൾ ഈ പൊട്ടത്തരം ചെയ്യുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിങ്ങനെ കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കിഡ്നിക്ക് ബാധിക്കുന്നു, നമ്മുടെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് സ്ട്രെസ്സിൻ്റെയോ ടെൻഷൻ്റെയോ കാര്യമില്ല. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതിനെ മനസ്സിൽ നിന്ന് വെന്റിലേറ്റ് ചെയ്യണം. പ്രശ്നം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, പക്ഷെ അതിനെ ടെൻഷനാക്കി നടക്കാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് എത്തിപ്പെടും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പരസ്പരം എന്ത് ചെയ്യുക? ലിസൺ ചെയ്യുക. പിന്നെ അടുത്ത ലെറ്റർ എന്തായിരിക്കും? ഓ അല്ലേ? ഓ തന്നെ ഓവർലുക്ക് മൈനർ മിസ്റ്റേക്സ്. ചെറിയ അബദ്ധങ്ങളൊക്കെ ആൾക്ക് പറ്റും. അതിനെ എന്ത് ചെയ്യുക? അതിനെ അവഗണിക്കുക, അല്ലെങ്കിൽ അതിനെ പിന്നെ നിസ്സാരവൽക്കരിക്കുക, അതിനെ പ്രശ്നമാക്കാതിരിക്കുക. മനുഷ്യനല്ലേ, തെറ്റുപറ്റും. മനുഷ്യനാണ് തെറ്റുപറ്റും. നമ്മളെൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, നമ്മെ കണ്ടിട്ടാണ് കുട്ടികൾ ഇത് പഠിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾ പഠിക്കാൻ. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി, സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയുന്നവരുണ്ടാവും. ഞാൻ പറയുന്ന പോലെ ചെയ്യണേ. ഹലോ, പറയുന്ന പോലെ ചെയ്യണം. റെഡി അല്ലേ? വലത് കൈ ഒന്ന് പൊക്കോ. പറയുന്ന പോലെ തന്നെ ചെയ്യണേ. വലത് കൈ ഇനി താഴ്ത്തിക്കോളൂ. ഇടത് കൈ പൊക്കൂ. ഇടത് കൈ താഴ്ത്തിക്കോളൂ. ഒന്നുകൂടി വലത് കൈ പൊക്കൂ. കൈൻ്റെ വിരലൊക്കെ ഒന്ന് മുറുക്കി പിടിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ. വിരൽ മുറുക്കി പിടിക്കാം. എല്ലാ 5 വിരലും മുറുക്കി പിടിക്കും. കൈയൊക്കെ ഒന്ന് കുടഞ്ഞോളൂ. ഒന്നല്ല കുടഞ്ഞു, കൈയൊക്കെ ഒന്ന് ഇളകട്ടെ. സാധാരണ ഒരു ഇളകളൊന്നുമില്ല. ചെറിയ ഇളക്കെങ്കിലും ഇളക്കട്ടെ. ഇനി നേരെ പിടിച്ചോളൂ. എല്ലാവരും വലത് കൈയിൻ്റെ പെരുവിരൽ ഉയർത്തു. നന്നായി കറക്കൂ. നെറ്റിയിൽ വെക്കുക, മൂക്കിൽ വെക്കുക, വീണ്ടും നെറ്റിയിൽ വെക്കുക. ഇനി കണ്ണിൽ വെക്കുക. കണ്ണിൽ. ഇനി മാറ്റണ്ട. പലരുടെയും കണ്ണ് കവിളിലേക്ക് താഴ്ന്നിട്ടുണ്ട് കേട്ടോ. ഇനി വിരലെടുക്കും. ഇതേത് വിരല? ഷാഹലമീത് ചെയ്താക്കിയാണ് ഇവർക്ക് അറിയാൻ നേരത്തെ ചെയ്താണ്. ഇതേത് വിരല? ചൂണ്ടുവിരൽ. ഞാൻ ഏത് വിരല വെക്കാൻ പറഞ്ഞേ? പെരുവിരൽ വെച്ച് എത്ര ആളുണ്ട്? നിങ്ങൾ വെച്ച് മാറ്റി അല്ലേ? ആദ്യം ശരിയാക്കി, പിന്നെ ഇത് ഞാൻ ചെയ്ത് തെറ്റായി പോകുന്നിട്ട് ഇവർ വീണ്ടും ശരിയായി ചെയ്തു, പിന്നെ തെറ്റ് ചെയ്തു, അബദ്ധം ചെയ്തു. ഒരാളെ മാത്രം വേറെ ആരും ചെയ്തോ? നിങ്ങൾ ചെയ്തു. നിങ്ങൾ നേരത്തെ അറിയാതില്ലേ? അറിയില്ല. നിങ്ങൾക്കറിയോ? അറിയാം. നിങ്ങൾ നേരത്തെ അറിയില്ല. 2-3 പേരാകെ ശരിയാക്കിയുള്ളൂ, ബാക്കി ഉള്ളൊക്കെ തെറ്റിച്ചു. എന്താ സംഭവിച്ചത്? ഞാൻ ഈ മൈക്കിലൂടെ പലതവണ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ചെയ്യണേ അല്ലേ? പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞു, ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ശരിയാക്കി. പിന്നെ ഞാൻ കൂടെ ചെയ്തു, നിങ്ങളെ പറ്റിക്കായിരുന്നു. ഞാൻ വലത് കൈ ഉയർത്തി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിനേക്കാൾ നിങ്ങൾക്ക് ശ്രദ്ധ എവിടെയായിരുന്നു? എൻ്റെ കയ്യിലായിരുന്നു. ഞാൻ കൈ ഇങ്ങനെ മുറുക്കി വിരൽ പിടിച്ചു. പിന്നെ പെരുവിരൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർത്തിയ ചൂണ്ടുവിരല. നിങ്ങളെ പറ്റിച്ചതാണ്. അപ്പോൾ 3 ആളല്ലാത്ത എല്ലാവരും ഉയർത്തിയത് ഏതാണ്? ചൂണ്ടുവിരലാണ്. എന്ന് വെച്ചാൽ ഇതിനർത്ഥം നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എന്ത് ചെയ്യുന്നു എന്നാണ്. മക്കൾ കാണുന്നത്, മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട പണി എന്താണോ മക്കൾ ചെയ്യേണ്ടത് അത് മാത്രം നമ്മൾ ചെയ്യും. അവരെ മുന്നിൽ നിന്ന് നമ്മൾ നിർബന്ധമായി റോൾ മോഡലാവണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ അവർ ചെയ്യുള്ളൂ. അവർക്ക് 2 ചെവി മാത്രമല്ല, 2 കണ്ണുണ്ട്. അതുകൊണ്ട് മക്കൾ മോശമായി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മക്കൾ മോശമായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മളാണ് എല്ലാം പറയാം. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ റോൾ മോഡലാവുക എന്ന കുടുംബത്തിൽ ഏറ്റവും പ്രശ്നം റോൾ മോഡൽ. മറ്റൊന്ന്, ചെറിയ അബദ്ധങ്ങൾ ഉണ്ടാവും, അത് വിട്ടുകൊടുക്കുക, നോ പ്രോബ്ലം. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബജീവിതം വിജയിക്കാൻ പറഞ്ഞൊരു മനോഹരമായൊരു രഹസ്യമുണ്ട്, ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ വിജയത്തിന്, സുഖകരമായ മുന്നോട്ട് പോക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറഞ്ഞത്, ഇന്നി ഉഹിബ്ബു അൻ അകൂന മഅലൂബൻ കരീമ. ഇന്നി ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അകൂന മഅലൂബൻ കരീമ, മാന്യമായി തോൽക്കാൻ.
മാന്യമായി തോൽക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ തോറ്റു കൊടുക്കുക എന്നതാണ്. ഭാര്യയുടെ മുന്നിൽ ഭർത്താവ് തോറ്റു കൊടുക്കുക, അതാണ് കുടുംബജീവിതം നന്നാക്കാനുള്ള വഴി. ഭർത്താവിന് മുന്നിൽ ഭാര്യ തോറ്റു കൊടുക്കുക. ഇപ്പം എന്താ സംഭവം? ആരും തോറ്റു കൊടുക്കുന്നില്ല. എല്ലാവരും പിടിച്ച വാശിക്ക് നിൽക്കുക, എല്ലാവരും ശക്തമായി വാശിക്ക് നിൽക്കുക. ആ വാശി മാറ്റിയാൽ, എന്തിനാണ് ഈ വാശി? ആർക്ക് വേണ്ടി ഈ വാശി? നമ്മൾ ജസ്റ്റ് തൽക്കാലം ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കുടുംബം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ വാശി ഒന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ ദുർവാശിയോ അല്ലെങ്കിൽ മർക്കടമുഷ്ടിയോ ഒന്ന് മാറ്റിയാൽ ഉറപ്പാണ് ഒരു വലിയ മാറ്റം കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, മനുഷ്യല്ലേ, അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഐ ആം സോറി, വെരി സോറി, പുറത്തു കൊടുക്കുക. അടുത്തത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അടുത്ത ലെറ്റർ എന്തായിരുന്നു? വി വാല്യൂ യുവർ യൂണിയൻ. വാല്യൂ ഒരു ചെറിയ വാക്കിലാണ് നമ്മളിങ്ങനെ ഒന്നായത്, അല്ലേ? രണ്ട് കുടുംബത്തിലെ ഏതോ നാട്ടിലുണ്ടായിരുന്ന രണ്ട് തരത്തിലൂടെ ഒഴുകുന്ന നദി ഒരുമിച്ചിക്കുകയാണ്. എങ്ങനെ ഒരുമിക്കുന്നത്? നിക്കാഹിലാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ രണ്ട് വേരുകൾ ഒരുമിച്ച് നിന്ന ഒരവസ്ഥ ഉണ്ട്. കാട്ടിലൊക്കെ പോയാണ് ഏത് മരത്തിൻ്റെ വേരാണോ എന്നറിയാത്ത വിധം കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന നക്കഹ എന്ന് പറയാം. അതിലാണ് നിക്കാഹ് ഉണ്ടായത്. അപ്പോൾ പിന്നെ ഒന്നാവാണ്. രണ്ട് കുടുംബത്തിലെ രണ്ട് തലത്തിൽ ജീവിച്ച ആളുകൾ ഒന്നാവാണ്, ഒറ്റ മനസ്സാണ്. കാരണം നഫ്സ് വാഹിദ, ഒരു ശരീരം പോലെ ആവാം. വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ വി പ്ലസ് വാഹം, വിശേഷപ്പെട്ട രീതിയിൽ വഹിക്കുക എന്നാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ ഡിക്ഷണറി നോക്കിയാൽ അറിയാം. ഒരു വിശേഷപ്പെട്ട രീതിയിൽ വഹിക്കുന്ന ഒരു കരാറാണ്. കാരണം ഏറ്റവും സുദൃഢമായ ഒരു കരാറാണ്. നിക്കാഹിൻ്റെ സദസ്സിലൊക്കെ, നിക്കാഹിൻ്റെ വേദിയിലൊക്കെ, നിക്കാഹിൻ്റെ ഖുതുബിലൊക്കെ നിങ്ങൾ കേൾക്കുന്ന ധാരാളം കേട്ടുണ്ടാവും. മീസാക്കനല്ല, ഒരിക്കലും പൊട്ടാൻ കഴിയാത്ത ശക്തമായ ഒരു കരാറാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ആ കരാറിന് വാല്യൂ മാനിക്കണം. അതിനൊരു വാല്യൂ ഉണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ കരാറാണ് വിവാഹത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന കരാർ. ആ കരാറിൻ്റെ വാല്യൂ നിങ്ങൾ മാനിക്കണം. കുടുംബത്തിലാണ് അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവുന്നത്. എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? വിവാഹത്തിലാണ് ഏറ്റവും വലിയ ബർക്കത്തുള്ളത്. എന്താണ് അത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, സ്വർഗത്തിലാണ് ആദ്യമായി വിവാഹം നടന്നത്. ഇബാദത്താണ് നിക്കാഹ്. നമ്മുടെ കാലത്ത് ഇന്നിപ്പോൾ നിക്കാഹിൽ എല്ലാ പേക്കൂത്തും നടക്കുകയാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമായ ഇബാദത്താണ്. എന്നാൽ അന്നാണെങ്കിലോ, അന്ന് എന്ത് തമ്മാടുത്തം ചെയ്യാൻ നമുക്ക് ലൈസൻസാണ്. അത് വിവാഹമല്ലേ, കല്യാണമല്ലേ, അല്ലേ? കല്യാണത്തിന് തലേന്നാണ് സകല വൃത്തികേടുകളും പലപ്പോഴും നടക്കുന്നത്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ സകല വൃത്തികേടുകളുടെയും കൂത്തരങ്ങായ വിവാഹത്തിന് തലേന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവരുത്. ആ രീതിയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥാവിശേഷം ആലോചിച്ച് നോക്കും. അപ്പോൾ ആ ഒരു ഏറ്റവും മൂല്യമായി നമുക്കത് അതിൻ്റെ വാല്യൂ അറിയുന്നില്ല. നിക്കാഹ് എന്ന് പറയുന്ന ഇബാദത്താണ് എന്ന വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. സ്വർഗീയമായ ഒരു ഇബാദത്താണ്. അതിൻ്റെ വാല്യൂ നമ്മൾ കാണണമെന്നാണ് പറയുന്നത്. ഓക്കെ, വാല്യൂ യുവർ യൂണിയൻ. പിന്നെ നെക്സ്റ്റ് ലെറ്റർ ഇതാണ് എംപതൈസ്. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പതി അല്ല, സിമ്പതി നമുക്കറിയാം, അല്ലേ? ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അയ്യോ പാവായി പോയിട്ടോ, അതാണ് സിമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ അതല്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ യാത്ര ചെയ്യണം, ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ ഒരു സ്ത്രീ ഡ്രസ്സ് ഡോറിൽ കുടുങ്ങിയിട്ട് വീണുപോയി. ചില ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ഡ്രൈവറെ ചീത്ത പറയും, കണ്ടക്ടറെ ചീത്ത പറയും, അല്ലേ? ബഹളം ഉണ്ടാക്കും. വേറെ ആളുകൾ, കുറച്ച് ആൾക്കാരെന്നോ പഠിച്ചോനെ അത് വീണ് പോയല്ലോ, അപകടം പറ്റിയല്ലോ, ചോര ഒലിക്കുന്നില്ലോ എന്നും ആകെ ഒരു സീൻ ഉണ്ടാക്കും. ഇതിനൊക്കെ പറയുന്ന പേര് സിമ്പതി എന്നാണ്. എന്നാൽ എമ്പതി എന്ന് പറഞ്ഞാൽ ആ വീണ് കിടക്കുന്നത് നമ്മുടെ ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും നമ്മുടെ ഉമ്മയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? പഠിച്ചോനെ എന്തൊരു കഷ്ടമായി പോയല്ലോ എന്ന് പറയുമ്പോൾ അല്ല, എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ ചെയ്യും. എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യും. ഇതേപോലെ അപ്പുറത്തുള്ള ആൾ, നമ്മുടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, അപ്പുറത്തുള്ള ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാനായിരുന്നെങ്കിൽ, ഇപ്പോൾ ദേഷ്യം പിടിച്ചാൽ അത് ഞാനായിരുന്നെങ്കിൽ എന്നാലോചിച്ചിട്ട് അതിന് പരിഹാരം കാണാവുന്ന രീതിയിൽ ഇടപെടാന്നുള്ള. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ, മക്കളും ഉപ്പയും തമ്മിൽ ചിലപ്പോഴും വഴക്കൂടും, അല്ലേ? സ്വാഭാവികമാണ്. ഇണക്കുണ്ടെങ്കിൽ പിണക്കുണ്ടാവും, സ്വാഭാവികം ഉണ്ടാവും. അങ്ങനെ കൂടുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അപ്പുറത്തുള്ള ആൾ വയലൻ്റ് ആണെങ്കിൽ നമ്മളും വയലൻ്റ് ആവരുത്. തീ കൊണ്ടെടുത്താൽ അപകടം പറ്റുക ചെയ്യാം. അവിടെ വയലൻ്റ് ആണെങ്കിൽ നമ്മൾ സൈലൻ്റ് ആവണം. കാരണം എന്താണെന്നറിയോ? ആ സമയത്ത് നമ്മുടെ വാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് വരുന്നതല്ല, ഇബ്ലീസിൻ്റെ വകയാണ്. ഇബ്ലീസ് ആ വാക്ക് വരിക. പിന്നീട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് തോന്നില്ലേ, വേണ്ടിയിരുന്നില്ല, തോന്നാറുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ വഴക്ക് കൂടിയിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ?
അല്ലേ? ഇഷ്ടം പോലെ ഉണ്ടാവും. എന്താ കാരണം? നമ്മൾ ആലോചിക്കണം. എൻ്റെ അടുത്ത് വരുന്ന കേസുകളൊക്കെ തന്നെയും ചിലപ്പോൾ ഒരു വാക്കിൽ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ. പിന്നെ വഴക്കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളൊക്കെ ഭീകരമായ വാക്കുകളാണ്, അപകടകരമായ വാക്കുകളാണ്. പക്ഷെ ആ വാക്കുകൾ ഒരിക്കലും മനസ്സിൽ നിന്ന് വന്നതല്ല, ഇബ്ലീസ് പറഞ്ഞതാണ്, അല്ലെങ്കിൽ സ്വഭാവത്തോടി പറഞ്ഞതല്ല. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഇടപെടരുത്. നമ്മളൊന്ന് കൂളാവുക. അതിന് അപാരമായ ക്ഷമ വേണം കേട്ടോ, അപാരമായ ക്ഷമ വേണം. ക്ഷമയുടെ ഇക്കരയാണ് വിജയം, ക്ഷമയാണ് ഗമ. എന്നാലോ നമ്മൾ പരന്ന അക്കരയാണ്. നല്ല ക്ഷമയുള്ളവർക്ക് കുടുംബജീവിതത്തിൽ അതിൻ്റെതായ സന്തോഷം ഉറപ്പായി ഉണ്ടാവും, ഉറപ്പാണ്. ക്ഷമ എന്ന് പറയുന്നത് പറയാൻ സുഖമാണ്, അനുഭവിക്കാൻ കുറച്ച് പ്രയാസം. അപ്പോൾ ആ തൽക്കാലം നമ്മൾ ക്ഷമിക്കണം, തൽക്കാലം ക്ഷമിക്കണം. പിന്നെ മറ്റാൾ അടങ്ങിയെന്ന് കണ്ടാൽ കുഴപ്പമില്ല എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ചെന്നിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലൊരിക്കലും അത് വെച്ചേക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ കുക്കറിൽ ആവി നിറഞ്ഞ പോലെ പ്രശ്നമാവും. നേരെ മറിച്ച് ആ സമയത്ത് എന്ത് ചെയ്യണം, അയാൾ അടങ്ങിയാൽ, അയാൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ, എന്നാലും നിങ്ങൾ പറഞ്ഞെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായി, നിങ്ങൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടായി, എൻ്റെ മനസ്സിൽ ഇപ്പോഴും വല്ലാത്ത പ്രയാസമായി. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പാണ് അയാൾ അഡ്മിറ്റ് ചെയ്യും. അയാളത് അഡ്മിറ്റ് ചെയ്യും. അയാൾക്കത് മനസ്സിലാകും, പരസ്പരം ഞാൻ പറഞ്ഞത് ഓവറായി പോയി, തെറ്റിപ്പോയി. അപ്പോൾ ക്ഷമ ചോദിക്കും. അതുകൊണ്ട് തീരും പ്രശ്നം. നേരെ മറിച്ച് അപ്പുറത്തെ ആൾ ഭ്രാന്താണെങ്കിൽ ഇപ്പുറത്തെ ആൾക്കും ഭ്രാന്താണ്. മനഃശാസ്ത്രം പറയുന്നത് ദേഷ്യം പിടിച്ചാൽ ഭ്രാന്താണെന്നാണ്. അപ്പോൾ അപ്പുറത്തൊരു ഭ്രാന്തൻ, ഇപ്പുറത്തോ ഒരു ഭ്രാന്തിയും, രണ്ട് ഭ്രാന്തന്മാരുണ്ടെങ്കിൽ ഉണ്ടാവും അല്ലേ? തൽക്കാലം നമ്മൾ നമ്മൾ വിചാരിക്കണം, ദേഷ്യം പിടിക്കുമ്പോൾ തൽക്കാലം ഭ്രാന്താണ് അല്ലെങ്കിൽ ഇബ്ലീസാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, പിന്നെ ബഹളം ഉണ്ടാക്കണ്ട, എന്നാലും മാന്യമായി പറഞ്ഞ് ആ പ്രശ്നം മനസ്സിലെടുത്ത് കളഞ്ഞോളൂ. അതോട് തീരും പ്രശ്നങ്ങൾ. നേരെ മറിച്ച് അപ്പോഴേ നമ്മൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കിയാലേ, ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് എന്താണ്, വാളാണ്. അപ്പുറത്ത് അതിന് പ്രതികരിക്കും, അപ്പോൾ പരിചയം എടുക്കും. അപ്പോൾ മറ്റാൾ വാളെടുക്കും, ഇയാളെ പരിചയം എടുക്കും. അപ്പോൾ വാളും പരിചയം യുദ്ധമായി, ദ്വന്ദ്വയുദ്ധം. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ തൽക്കാലം അതിനെ ക്ഷമിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് ആ രീതിയിൽ തന്നെ അപ്പുറത്തുള്ള ആൾ എന്നതാണെന്ന് മനസ്സിലാക്കി എമ്പതി കാണുക. അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഇബ്ലീസാണ് ഇടപെടുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവണം. എംപതൈസ്, ഐ ലവ് അല്ലേ, യു ഈൽഡ് ടു ഗുഡ് സെൻസ് ആണ്. വൈ ഈൽഡ് ടു ഗുഡ് സെൻസ് എന്ന് വെച്ചാൽ വികാരമല്ല, വിവേകമാണ് വേണ്ടത്. എന്താ പറയുക, ഒരു വിവേകമില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വികാരത്തിൻ്റെ പിറകെ പോയാൽ പ്രശ്നമാണ്. ഞാനൊരു സംഭവം പറയാം. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആയിഷാ ബീവിയുടെ കൂടെ ഇരിക്കുകയാണ്. നിങ്ങൾ അറിയാം, പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അപ്പുറത്തുനിന്നൊരു കുട്ടി ഒരു പലഹാര പാത്രമായിട്ട് വരികയാണ്. അപ്പോൾ ആയിഷാ ബീവിക്ക് എന്തോ ഒരു ചെറിയ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്, ഒരു ദേഷ്യത്തിൽ നിൽക്കുകയാണ്. സ്ത്രീകളാണല്ലോ, പൊതുവെ സ്വഭാവമായിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, വേറൊരു ഭാര്യ സൈനബ് ബീവി എന്ന് പറയുന്ന വേറൊരു ഭാര്യയാണ് ഒരു പ്രത്യേക പലഹാരം ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് സമ്മാനമായി കൊടുത്തയക്കണം. അപ്പോൾ ആയിഷാ ബീവി ചിന്തിച്ചു, എൻ്റെ കൂടെ റസൂലുള്ളാഹി നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഇപ്പോൾ അവൾ ഇങ്ങോട്ട് കൊടുത്തയക്കണം ചിന്തിച്ചിട്ടുണ്ടാവും, സ്ത്രീകളല്ലേ. അപ്പോൾ ഇത് റസൂലുള്ളാഹി കൊടുക്കാൻ നേരത്ത് ആയിഷാ ബീവി ഒരൊറ്റ തട്ട്, ആ പാത്രം വീണു, ഒടിഞ്ഞു, പാത്രം കഷ്ണമായി, പലഹാരങ്ങൾ ചിന്നിച്ചിതറി. ആലോചിച്ച് നോക്കൂ, നമ്മളാണ് അത് ചെയ്തെങ്കിൽ, നമ്മുടെ കെട്ടിയവനാണ് അവിടെ നിൽക്കുന്നെങ്കിൽ എന്താ സംഭവിക്കാം? ബദർ ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? ചിലപ്പം ബദർ ഉഹദ് ഒരുമിച്ചുണ്ടാവും അല്ലേ? എന്നാൽ ലോകത്തിന് മാതൃകയായ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്താ ചെയ്ത് നോക്കൂ. വിവേകം ആണ് അവിടെ റസൂലുള്ളാഹി കാണിച്ചത്, വികാരമല്ല. എന്താ ചെയ്തത്? ഒന്നും പറഞ്ഞില്ല. റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരെ കൂന്ന് നിന്നിട്ട് ആ പൊട്ടിയ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്തു, അവിടെ ചിതറിക്കിടക്കുന്ന പലഹാരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ ആയിഷാ ബീവിക്ക് മനസ്സിലായി, പടച്ചോനെ ഞാൻ ചെയ്ത് വലിയ അബദ്ധമായി പോയല്ലോ പടച്ചോനെ. റസൂലുള്ളാഹിയോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് റസൂൽ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ മാത്രം ആയിഷാ ബീവിക്ക് കാര്യം ബോധ്യമായി എന്ന് മനസ്സിലായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ അറിയോ? ഓ ആയിഷ, ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ, അതിനെ നമ്മൾ ആദരിക്കണ്ടേ? ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ, അത് നമ്മൾ ആദരിക്കണ്ടേ? ആയിഷാ ബീവിക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതാ, ഇന്ന് പിന്നെ നിങ്ങളുടെ അമ്മക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് എന്ന് പറയും. അത്ര മാത്രമേ പറയൂ. എന്ന് വെച്ചാൽ അപ്പുറത്ത് ദേഷ്യം വരുമ്പോൾ തൽക്കാലം ക്ഷമിക്കാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ ഇന്ന് മുതൽ ശീലിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വലിയ പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. സന്തോഷത്തോടെ സ്വർഗം പൂക്കുന്ന കുടുംബമായി പോകും. ചില ആൾക്കാർക്ക് വീട്ടിലേക്ക് വരാൻ തന്നെ പ്രയാസമാണ്. എന്നിട്ട് ഇശാബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളീൻ്റെ കൊലായിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അബൂബക്കറാജി ഇരിക്കുക കുറച്ച് വർത്തമാനം കൊണ്ട് പോകാൻ പറയും. എന്തെങ്കിലും കുടിക്കൊന്നും പോകണില്ലേ,
എന്തിനു പോണ്, കുടിക്ക് പോണ്, അവിടെ പോയിട്ട് ആ മുന്ത കാണാനോ? അല്ലേ? വീട്ടിലേക്ക് വരാൻ പോലും താല്പര്യം ഉണ്ടല്ലോ. എന്താ കാരണം? ചെന്നാൽ എത്തിയാൽ കേൾക്കുന്ന എന്തായിരിക്കും? ഈ ചൊറിച്ചിലല്ലേ, ഈ കളകളല്ലേ. മുമ്പ് പിന്നെ ഒരു ഓട്ടോറിക്ഷയിൽ, പഴയ കാലത്തുള്ള സംഭവമാണ്, പിന്നെ ഒരു സ്ത്രീക്ക് പിന്നെ ഡോക്ടറെടുത്ത് പോവാണ് സ്ത്രീ. അപ്പം ഈ സ്ത്രീയോട്, ഈ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞേ, അല്ല മനുഷ്യ, ഞങ്ങളോട് എത്ര കാലമായി എനിക്ക് സുഖമില്ല ഇന്നലെ അവിടെ ഊരവേദന, അവിടെ കാലുവേദന, കണ്ണുവേദന, ഞങ്ങൾ എന്ത് മനുഷ്യനാണ്, എന്ത് സ്നേഹം നിങ്ങൾക്ക്, നിങ്ങളൊരു ഒരു സ്നേഹമില്ല, ഞങ്ങൾ എന്താ അങ്ങനെ കളകളാ പറഞ്ഞെടുക്കും. അപ്പോൾ ഇയാൾ പള്ളിക്കന്ന് പോയി എന്നതിന് പറയും, ഒരു കാര്യം ചെയ്യും, ആയിഷോ ഇവ മാറ്റിക്കോ, ഡോക്ടറെടുത്ത് പോകാൻ. അങ്ങനെ ഡോക്ടറെടുത്ത് മാറ്റുമ്പോഴും ഒക്കെ ഇങ്ങനെ സംശയമാണ്. എന്നാലും ഞാൻ പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോകണേ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, അപ്പുറത്ത് കണ്ടില്ല നിങ്ങൾ എപ്പോൾ എന്ത് വന്നാലും തലവേദന എന്ന് പറയുമ്പോൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോകും, നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ലല്ലോ, അതിന് ഇങ്ങനെ കളകളാ ഈ റേഡിയോ ഓൺ ചെയ്ത പോലെ ഇങ്ങനെ ഓൺ ചെയ്തു. ഓട്ടോറിക്ഷ കയറിയിട്ട് നിൽക്കണില്ല. അപ്പോഴും ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പറയാണ്, ഈ ഓട്ടോറിക്ഷക്കാരൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ അവസാനം പിന്നെ ഡോക്ടറെടുത്ത് എത്തി. ഡോക്ടറോട് വിഷയങ്ങൾ. അപ്പോൾ ഡോക്ടർ ഇരുന്നിട്ട് ആ ടേബിളിൽ ഇരുന്നിട്ട് ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് മിനിഞ്ഞാന്ന് മുട്ടുവേദനയായി, ഇന്നിപ്പോൾ ഊരവേദനയായി, ഇപ്പോൾ കഴുത്തുവേദനയായി, ഭയങ്കര പനിയുണ്ട്, തലവേദന സഹിക്കാൻ വയ്യ, എത്ര ദിവസമായെന്നറിയോ, ഈ മനുഷ്യനെ ഡോക്ടറെടുത്ത് കൊണ്ടുവരില്ല, മരുന്നും തരില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഡോക്ടർ നോക്കട്ടെ, ഞാൻ പനി നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റെസ്കോപ്പ് തിരിച്ച് നോക്കി. എന്ന് പറഞ്ഞു ഒരു വായ വിളിച്ചേ. എന്നിട്ട് പനി നോക്കാൻ വേണ്ടിയിട്ട് തെർമോമീറ്റർ എടുത്തിട്ട് വായൻ്റെ അകത്ത് വെച്ചു. നീ വായ നടച്ചേ. മഴ പെയ്ത് തോർന്ന പോലെ. ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട്, ഡോക്ടറെ ആ കൊള്ളിക്ക് എന്താ വില എന്ന് വെച്ചു. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇയാള് ഈ സ്ത്രീൻ്റെ വായ അഴയുന്ന കേൾക്കുന്നത്, സ്വസ്ഥമായിരിക്കുന്നത് കേൾക്കുന്നത്. ഡോക്ടറെ ആ കൊള്ളിക്ക് എന്താ വില? അത് ഇയാൾ വിചാരിച്ച് പാവം സാധു, ആ കൊള്ളി വായ അടക്കാനുള്ള എന്തോ കൊള്ളിയാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് വായിക്കൊണ്ടാൽ വീട്ടിൽ സ്വസ്ഥമായിരിക്കാലോ. ഇങ്ങനെ സ്വസ്ഥത കൊടുക്കാത്ത ചില ഭാര്യമാരുണ്ട്, അല്ലേ? ഉണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില ആൾക്കാർ, ഓരോരുത്തരെയും ഓരോ പ്രകൃതമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില ആൾക്കാർ ഇത് കണ്ടാൽ, ഈ വൃത്തികേട് കണ്ടാൽ അയാൾക്ക് സഹിക്കൂല, അല്ലെങ്കിൽ സാധനങ്ങൾ വെക്കേണ്ട സ്ഥലത്ത് വെക്കുന്ന അയാൾക്ക് സഹിക്കൂല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? അത് അയാളുടെ ഉള്ളിലെ സോഫ്റ്റ്വെയർ ആണ്. ആണിൻ്റെ സോഫ്റ്റ്വെയർ വേറെയാണ്, സ്ത്രീയുടെ സോഫ്റ്റ്വെയർ വേറെയാണ്. എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, ഇത് ആൻഡ്രോയിഡിൻ്റെ മൊബൈലാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഐഫോൺ ഉണ്ടാവും അല്ലേ? ഐഫോൺ ആരുടെ കയ്യിലുള്ള ഒന്ന് കൈ പൊക്കോ. ഐഫോൺ അവിടെ കുറച്ച് പേരുടെ കയ്യിൽ ഐഫോണ് നല്ല വില കൊടുത്ത് വാങ്ങണം അല്ലേ? ഇപ്പോൾ പിന്നെ സാംസങ്ങും വില കൂടിയുണ്ട്. എന്നാലും 1,00,000 രൂപ 75,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു പിന്നെ ഐഫോൺ, ആപ്പിളിൻ്റെ ഫോണ്, അത്രയൊന്നും വിലയില്ലാത്തൊരു 10, 20, 25, 25,000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ആൻഡ്രോയിഡ് ഫോൺ, 1,00,000 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന ആപ്പിൾ ഫോണിൽ നിന്ന്, ഐഫോണിൽ നിന്ന് അതിലെ പല മെസ്സേജുകളും ആൻഡ്രോയിഡ് ഫോണിലേക്ക് നേരിട്ട് ഡയറക്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. തിരിച്ചങ്ങോട്ടും പറ്റുമോ? പറ്റൂല. എന്താ കാരണം? ഞാൻ 1,00,000 രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ, 2,00,000 രൂപയ്ക്ക് വാങ്ങിയതല്ലേ, എന്താ അപ്പോൾ അതാണ് സെൻഡ് ചെയ്യാതെ, എന്താ ആണ് പോകാത്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ കാരണം? രണ്ട് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇയാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറൂല. കാരണം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ വേറെ സോഫ്റ്റ്വെയർ ആണ്. ഇതേപോലെയാണ് ഭാര്യ വേറെ സോഫ്റ്റ്വെയർ ആണ്, ഭർത്താവ് വേറെ സോഫ്റ്റ്വെയർ. എന്നാൽ ആണ് വേറെയാണ്, പെണ്ണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പുരുഷൻ ചിന്തിക്കുന്ന പോലെയല്ല ആണ് ചിന്തിക്കുന്നത്, പെണ്ണ് ചിന്തിക്കുന്നത്. സ്ത്രീ ചിന്തിക്കുന്ന പോലെയല്ല പുരുഷൻ ചിന്തിക്കുന്ന വളരെ വ്യത്യാസമുണ്ട്. നമ്മളത് വിചാരിച്ചിട്ട് എന്താ പ്രശ്നം എന്നറിയോ? അവരെന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്താണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് അപ്പോൾ എന്താ വേണ്ടത്? അതിന് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല. മനസ്സിലാക്കലുള്ള പ്രധാനമാണ്. മനസ്സിലാക്കുക എന്നതിനേക്കാൾ ഉപരി അക്കമഡേറ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക. എൻ്റെ ഭാര്യയുടെ സ്വഭാവം ഇന്നതാണ് എനിക്കറിയാം, അതുകൊണ്ട് അതേ രൂപത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു. ഭർത്താവിൻ്റെ സ്വഭാവം എന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സണാലിറ്റി എന്നതാണ്. ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്, വ്യത്യസ്ത ആ പേഴ്സണാലിറ്റിയെ ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം? അല്ലെങ്കിൽ ബഹളമായിരിക്കും, ഉറപ്പാണ്. ഇപ്പോൾ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾഫാക്ടറി, ഗസ്റ്റേറ്റ് എന്ന് പറയുന്ന 5 തരം സോഫ്റ്റ്വെയർ ഉണ്ട് ഓരോരുത്തർക്കും. ചിലത് വിഷ്വലാണെങ്കിൽ കാഴ്ചക്ക് പ്രാധാന്യം. അങ്ങനത്തെ ആളുകൾക്ക് നല്ല കളർ ഇഷ്ടമാണ്, വൃത്തി വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ആളുകളായിരിക്കും എപ്പോഴും ചൊറിയ, ഈ വൃത്തികേടായാലും. എന്നാൽ ഭർത്താവ് വിഷ്വലാണ്, ഭാര്യ ഓഡിറ്ററിയാണ്. ഓഡിറ്ററിക്കാർക്ക് എന്താ പ്രശ്നം അറിയാം? ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, എവിടെ വൃത്തികേടായാലും കുഴപ്പമുണ്ടാവില്ല. അതിനോട് സോഫ്റ്റ്വെയറാണ്. അവരാവശ്യം എന്താണ്? അവർ സംസാരിക്കുക, ചർച്ച ചെയ്യുക, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അതാണ് അവർ ആവശ്യം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഭർത്താവ് വിഷ്വലാണ്, ഭാര്യ ഓഡിറ്ററിയാണ്. എന്താ സംഭവിക്കുക? അടി തീർത്താ തീരൂല. എന്താ കാരണം? ഭർത്താവിൻ്റെ ഉള്ളിലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്
എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുക, ഭംഗിയായിരിക്കുക, ഭാര്യ എപ്പോഴും വൃത്തിയായി കാണണം, നല്ല ഡ്രസ്സ്, കളറുള്ള ഡ്രസ്സ്, അതൊക്കെയാണ് ഭർത്താവിൻ്റെ ഉള്ളിൽ. അതാണ് ഭർത്താവിന് എന്ത് ചെയ്യാൻ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. അതവിടെ സോഫ്റ്റ്വെയർ ആണ്. ഭാര്യയ്ക്ക് ഇതൊന്നും പ്രശ്നമില്ല. ചിലപ്പോൾ അവിടെ ചെറിയ വൃത്തികേടോ ഇല്ല പ്രശ്നങ്ങളോ ഡിസോർഡറോ ഒന്നും ഭാര്യയ്ക്ക് ഓഡിറ്ററി ആണെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് രണ്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ അടിപിടിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് മാറ്റാൻ കഴിയില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മനോഹരമായ ഒരു കഥയുണ്ട്. ആ കഥയിൽ ഒരു ഭാര്യ പത്രപ്രവർത്തകയാണ്. ഭാര്യ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് പോയിട്ട് ഒരു വിവരമില്ല. കുറേ മുമ്പാണ്. ഒരു വിവരമില്ല. അവസാനം ഭർത്താവ് ഈ ഭാര്യ തെരഞ്ഞു പോയിട്ട് കസാക്കിസ്ഥാനിലെ ഒരു മരുഭൂമിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ പ്രിയേ, നീ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ തേടി വരും. എൻ്റെ പ്രിയേ, എവിടെയാണെങ്കിലും ഞാൻ നിന്നെ തേടി വരും. എന്നിട്ട് എന്താ പറയുന്നത്? എന്താണ് കാരണം എന്നറിയോ? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീയാണ് എന്നത് കൊണ്ടല്ല, എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നീയാണ് എന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നീയാണ് എന്നതുകൊണ്ടാണ്. മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് വളരെ പ്രധാനം. ഓക്കെ, അപ്പോൾ എത്രയായി? അടുത്ത ലെറ്റർ ഏതാ? വൈ പറഞ്ഞു. ഈൽഡ് ടു ഗുഡ് സെൻസ്. വികാരം അല്ല, വിവേകമാണ് വേണ്ടത്. അവസാനത്തെ വൈ അല്ലേ? ഇനി എന്താ അടുത്ത ലെറ്റർ ഏതാ? ഓ അല്ലേ? ഒപ്റ്റിമൈസ് എന്നാൽ ശുഭപ്രതീക്ഷ ഉണ്ടാവും. ചിലപ്പോൾ സാമ്പത്തികമായ പ്രയാസമാവും, അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സാമ്പത്തികമായ സൗകര്യങ്ങളോ മറ്റുള്ള ശബളിമയോ അല്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്നോവ കാറിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ വില കൂടിയ കോടികൾ വിലയുള്ള കാറിൽ പോകുന്നൊരു കുടുംബവും ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന കുടുംബവും അവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ പറയുക, അനുഗ്രഹം കിട്ടിയ സന്തോഷമുള്ള കുടുംബം ഇന്നോവയിൽ പോകുന്ന കുടുംബമായിരിക്കും. അല്ല, ഒരു പക്ഷേ അവിടെ പരസ്പരം നോക്കുന്ന പോലും ഉണ്ടാവില്ല, സംസാരിക്കുന്നുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ഓട്ടോറിക്ഷയിൽ പോകുന്ന കുടുംബത്തിലാവും സന്തോഷം ഉണ്ടാവുക. എവിടെയാണ് സന്തോഷമുള്ളത്? കുടിലും കൊട്ടാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ കൊട്ടാരത്തിലാവില്ല സന്തോഷം ഉണ്ടാവുക, കുടിലുണ്ടാവുക. പണമല്ല പ്രധാനം, നേരെ മറിച്ച് പരസ്പരം മനസ്സിലാക്കലും സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീയും ലോകരാജാവും ഒരേപോലെയാണ്. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീയും ലോകരാജാവും ഒരേപോലെയാണ്. കാരണം എന്താണ്? നമുക്ക് അള്ളാഹു നൽകി ഉള്ളതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഓക്കെ, അവസാനത്തെയാണ് യു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. പരസ്പരം മനസ്സിലാക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞു, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് മുന്നോട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്ക് സഹായം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേക്കോ, ഞാൻ ചെറിയൊരു ആക്ടിവിറ്റി നടത്തിയിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, നിങ്ങൾ കൂടെയുള്ള തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്ന് അറിയുന്ന ആളായിരിക്കും അല്ലേ? അറിയുന്നവരല്ലേ? ചിലപ്പോൾ കുടുംബത്തിലെ ഏറ്റവും നാത്തോനോ ഇളച്ചൊക്കെ ആണെങ്കിൽ അപ്പോൾ നന്നായി. കാരണന്മാരല്ലേ? കുഴപ്പമില്ല, കാരണന്മാർക്കും പറ്റൂ. രണ്ടാളിങ്ങനെ കൂടി നിന്നാണ്, രണ്ടുപേര് ഫേസ് ടു ഫേസ് നിൽക്കാം, മുഖാമുഖം നിൽക്കാം. മുഖാമുഖം നിൽക്കാം. കാരണന്മാരായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. മുഖാമുഖം നിന്നില്ലേ? ഹലോ, മുഖാമുഖം നിൽക്കാം. എന്നിട്ട് കൈ പിടിക്കാം, ഒന്ന് മുസാഫത്തെ പുഞ്ചിരിക്കുക, കണ്ണിൽ നോക്കുക, പുഞ്ചിരിക്കുക. എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാം, ഒരു നല്ല വർത്താനം പറയാം. ഡ്രസ്സ് നന്നായിരുന്നോ, നല്ല ചിരിയാണെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരാ, ടീം ഒക്കൂലല്ലോ, മതിയാ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ എ ആയ മതിടാ. കിട്ടിയില്ല? രണ്ടാളായില്ല. ഒരാൾ എ എന്നുണ്ട, മറ്റാൾ ബി എന്നുണ്ട. എ ബി എണ്ണില്ല? ഹലോ, ഓക്കെ. ഇനി എ മാത്രം കൈപൊക്ക്. ഓക്കെ, താഴ്ത്തിക്കോളൂ. ബി മാത്രം കൈപൊക്കി. ഓക്കെ. ഇനി എ എല്ലാവരും കൈ മുറുക്കി പിടിക്കും. വിരലിങ്ങനെ മുറുക്കി പിടിക്കാം, നല്ല മുറുക്കി പിടിക്കാം, ശക്തമായി. ഇനി ബിക്ക് നേരെ നീട്ടി കൊടുക്കാം. ഇടിക്കാനും പറയും. ഓക്കെ. ബി ഒന്നും ചെയ്യണ്ട, ബി ഫ്രീ ആയിട്ട് നിൽക്കാം. കൈ താത്തിട്ടോളൂ, ബി ഫ്രീ ആയി നിൽക്കാം. എ എന്ത് ചെയ്യണം? കൈ മുറുക്കി പിടിക്കണം അല്ലേ? ഓക്കെ. ഇനി ഈ കുടുംബസംഗമം കഴിഞ്ഞ് പോകുമ്പോഴേ ചെറിയൊരു ശക്തി പരീക്ഷമാണ്. ആർക്കാണ് ശക്തി നോക്കാൻ പോകണം? മുറുക്കി പിടിച്ച കൈയില്ലേ? അപ്പോൾ ബി എന്ത് ചെയ്യുന്നില്ല, ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഈ മുറുക്കി പിടിച്ച കൈയിൻ്റെ വിരൽ എന്ത് ചെയ്യണം? വിടർത്തണം. എല്ലാവരും നഖം മുറിച്ചിട്ടില്ലേ? ഇല്ല. എന്തൊരാവേശമാണല്ലേ?
ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ ചെയ്യാവട്ടാ, കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. എല്ലാവരും നഖം മുറിച്ചിട്ടില്ലേ? ഹലോ, നഖം മുറിച്ചിട്ടില്ലേ? മാന്തി മുറിയാക്കരുത് കേട്ടോ. അവസാനം കുടുംബസംഘത്തിൽ വന്നിട്ട് മാന്തി മുറിയായി തന്നെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാവും. അത് ശ്രദ്ധിച്ചല്ലേ, നല്ല വല്ലാണ്ട് മാന്തണ്ട. റെഡി അല്ലേ? മുറുക്കി പിടിച്ചില്ലേ? ബിക്ക് നേരം നീട്ടി കൊടുക്കുക. നിങ്ങൾക്ക് എന്തു ചെയ്യാം, പല്ലൊക്കെ ഉപയോഗിക്കാം, പല്ല് ഉപയോഗിക്കരുത്. ഓക്കെ, കുറഞ്ഞ സെക്കൻഡ് ഉള്ളൂ കേട്ടോ. ആർക്കാണ് ശക്തി നോക്കാണ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. തുറക്കട്ടെ. സ്റ്റോപ്പ്. ഇരുന്നോളൂ. ഓക്കെ, ആർക്കെങ്കിലും തുറന്നു കിട്ടിയോ? തുറന്ന് കിട്ടിയല്ലേ കൈപോക്ക്? നിങ്ങൾ തുറന്നു കൊടുത്ത് അവൻ തുറന്നേ ഇക്ലിയാക്കി. എങ്ങനെ തുറന്നേ? മാന്തിയോ? തുറന്ന എത്ര പേരുണ്ട്? 1 2 3 പേരുള്ളൂ. 2 പേര്. നിങ്ങൾ എന്ത് ചെയ്തു? മന്തി വലിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ കുഴപ്പം. ഞാൻ ഇത്രയും സമയം പറഞ്ഞ നിങ്ങളോട് എന്താണെന്നറിയോ? അല്ല, നിങ്ങളോട് പറഞ്ഞത് കൈ മുറുകെ പിടിക്കാൻ മാത്രമാണ്, വിട്ടുകൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരാണ് കടുംപിടുത്തം, അതിൻ്റെ പേരാണ് മർക്കടമുഷ്ടി, അതിൻ്റെ പേരാണ് ദുർവാശി. കുടുംബജീവിതത്തിൽ നിന്ന് ഈ മർക്കടമുഷ്ടിയും ദുർവാശിയും എപ്പോൾ ഒഴിവാക്കുന്നുവോ അപ്പം മാത്രമേ നമ്മൾ നന്നാവൂ, നല്ല ഭാര്യയാവൂ, നല്ല ഭർത്താവൂ. ആരാ നിങ്ങളോട് വിട്ടുകൊടുക്കണ്ടെന്ന് പറഞ്ഞ് അല്ലേ? നമ്മളിങ്ങനെ മുറുക്കി പിടിക്കുകയാണ്, വാശിയാണ്, ഭയങ്കര ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഈ വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമാണ് കുടുംബത്തിനകത്ത് അമ്പിച്ച കുഴപ്പമുണ്ടാക്കുന്നത് അല്ലേ? ബീനേക്ക് അതിനേക്കാൾ അബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു, അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ മാന്തലല്ലോ. പറയാ ശക്തി പറയാ. ബി എന്താ ചെയ്തേ? ആർക്കാണ് ശക്തി നോക്കാണെന്ന് പറഞ്ഞോട് കൂടി തുടങ്ങി മാന്താൻ. ഈ മാന്തലും ചൊറിച്ചിലാണ് സകല കുഴപ്പമുണ്ടാക്കുന്നത്. എങ്ങനെ ശക്തി എങ്ങനെ നോക്കാം? മാന്തിയിട്ട് നോക്കണ്ട. ഒരു കാര്യം ചെയ്യാം, വിൽ യു പ്ലീസ് ഒന്ന് തുറന്നിരോ? ബുദ്ധിപരമായി നയപരമായി വിജയിക്കാം. 2 കൂട്ടർക്കും വിജയിക്കാമായിരുന്നു, മാന്താതെ വിജയിക്കാമായിരുന്നു. എങ്ങനെ? ഒന്ന് തുറന്നിരോ? നമ്മൾ തമ്മിൽ വേണോ ഈ കുഴപ്പം മാന്തലൊക്കെ? അതുകൊണ്ട് തുറന്നിരോ എന്ന് ചോദിക്കാനുള്ള വിനയം കാണിച്ചില്ല. ആ വിനയമാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക, വിനയം കാണിക്കുക, കടുംപിടുത്തം ഒഴിവാക്കുക, ദുർവാശി ഒഴിവാക്കുക. അതാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം. എങ്കിൽ നമ്മൾ നല്ല കുടുംബനാഥയും കുടുംബവും ഒക്കെ ആകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കുടുംബ സംഗമത്തിൽ എത്തിച്ചേരാൻ ഉള്ള അവസരം ഉണ്ടായതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് പ്രിയ സുഹൃത്ത് ഷാഹുൽ ഹമീദ് അടക്കമുള്ള, ബഷീർ സാഹിബ് അടക്കമുള്ള ഒരുപാട് പേര് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഈ കുടുംബത്തിലെ കാരണന്മാരോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള അവസരം നൽകി അള്ളാഹുവിന് നന്ദി അറിയിച്ചുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.